ഇന്ന് നമ്മൾ കൺമണിയുടെയും കാർത്തിയുടെയും പ്രശേട്ടൻ്റെയും കാത് കുത്തണമെന്ന് കരുതിയ ദിവസമായിരുന്നു. അപ്പോൾ കൺമണിയുടെ കാത് കുത്തുന്നതിന് മുന്നേ ചെറിയ ആളല്ലേ, നമ്മൾ ആദ്യം പ്രശേട്ടനെ കുത്തി നോക്കാമെന്ന് കരുതി. പ്രശേട്ടനെ രാവിലെ കൊണ്ടുപോയി കാത് കുത്തി. അപ്പോൾ വേദനയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ കാർത്തിമോനെ സ്കൂൾ കഴിഞ്ഞ് പിക്ക് ചെയ്തുകൊണ്ടൊന്ന് കാത് കുത്തിക്കാമെന്ന് കരുതി. പിന്നെ അവനെ കൊണ്ടുവന്നു. കാത് കുത്താൻ വന്നപ്പോഴത്തേനും അവൻ കരയാൻ തുടങ്ങി. ആൻറ്റി അവനോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുത്തു. കാതൊക്കെ മാർക്ക് ചെയ്തപ്പോഴത്തേനും അവൻ വേണ്ട പോകാം, എനിക്ക് പേടിയാന്നൊക്കെ പറയാൻ തുടങ്ങി. എന്നിട്ട് സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല കാത് കുത്താനായിട്ട്. പിന്നെ ഞാൻ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ റിലാക്സ് ചെയ്ത് ഇരുത്തി, കണ്ണടച്ച് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ട് ആണ് നമ്മൾ കാത് കുത്തിയത്. ഞാൻ ഓർത്ത് മിക്കവാറും തിരിച്ച് കൊണ്ടുപോകേണ്ട വരുന്നു, കാരണം അത്രയും ഇങ്ങനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇല്ല, എനിക്ക് വേണ്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇന്ത്യയിലിരുന്ന് എഡിറ്റ് ചെയ്യുന്നത്, അത് കാരണം ഇവിടെ കാക്ക കരയുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ കാതൊക്കെ കുത്തി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും കരച്ചിൽ തന്നെയാണ്. ഭയങ്കര സങ്കടം. അമ്മയല്ലേ വേദനിക്കത്തില്ലെന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര വേദനയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നുണ്ട്, പ്രശേട്ടാ വേദന ഉണ്ടോ? പ്രശേട്ടന് വേദന ഇല്ലല്ലോ, കുറച്ച് നേരത്തെ വേദനയല്ല ഉള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും എന്തൊക്കെയോ പറഞ്ഞൊക്കെ ഒരു വിധമൊക്കെ അവനെ സമാധാനിപ്പിച്ചു. പ്രശേട്ടനും പിന്നെ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോഴത്തേനും ആൾക്ക് കുറച്ച് ഉഷാറായി. നമ്മൾ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് ഇരുന്നാലല്ലേ നമുക്ക് കൺമണിയെ കൊണ്ടുവന്ന് കുത്താനുള്ളതല്ലേ, നമുക്ക് ഒരു കാതല്ലേ ഉള്ളൂ, അവൾക്ക് 2 കാതും കുത്തണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവൻ കുറച്ചൊന്ന് ശരിയാ, കൺമണി ഇത്രയും ചെറുതല്ലേ, അപ്പോൾ അവളും ഇനിയിപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം നമുക്ക് സോൾവ് ചെയ്താണ് നമ്മൾ തിരിച്ച് അവനെ വീട്ടിലോട്ട് കൊണ്ടുപോയത്. പോകുന്ന വഴിക്ക് മെക്ഡൊണാൾഡ്സ് എന്തോ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും ആൾ ഹാപ്പിയായി. അങ്ങനെ നമ്മൾ മോളെ വീട്ടിൽ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് വന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കറങ്ങാൻ സമയമില്ല. ഡ്രൈവ് ത്രൂന്ന് നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയുള്ള വീഡിയോ, കൺമണിയുടെ കാത് കുത്തുന്ന വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.